വർഷങ്ങൾ മുമ്പ് നശിച്ചുപോയ ഒരു MiG-21 വെച്ച് ഇപ്പോഴത്തെ റാഫേലിനെ അവർ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഫേക്ക് ന്യൂസ് ആണ് അവർ സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ ഇന്ത്യയുടെ ഒരൊറ്റ യുദ്ധവിമാനം പോലും പാകിസ്ഥാൻ ബോർഡർ കടന്ന് അപ്പുറത്ത് ചെന്നിട്ടില്ലെന്നും മറിച്ച് ഇവിടെ നിന്നുള്ള ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് മിസൈലുകൾ വർഷിച്ചാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തതെന്നും പാകിസ്ഥാൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ഫേക്ക് ആണെന്ന് അതോടെ തന്നെ മനസ്സിലാവുന്നതാണ്. അതുപോലെ പാകിസ്ഥാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് അവരുടെ രാജ്യത്ത് ആകെ മരിച്ച 8 പേരും സാധാരണക്കാരായ ജനങ്ങളാണ്. ഇന്ത്യ കൊന്നിരിക്കുന്നത് ഇന്നസെൻറ്റ് സിറ്റിസൻസിനെയാണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ പോലൊരു രാജ്യം ഒരു സാധാരണക്കാർക്കെതിരെ ഇങ്ങനെ ഒരു അറ്റാക്ക് കൊണ്ടുവരില്ല. അങ്ങനെ വെറും ഒരു സാധാരണക്കാരുടെ ഇടയിലേക്ക് മിസൈൽ വർഷിക്കാനാണെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം പാകിസ്ഥാൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റമിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നേരത്തെ അറിയാം. വെറുതെ കുറച്ച് പേരെ കൊന്നിട്ട് ഈ ഒരു കേസ് ഇവിടെ അടയ്ക്കാനായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഈ പെഹൽഗാം അറ്റാക്ക് നടന്ന അന്ന് തന്നെ വേണമെങ്കിൽ പാകിസ്ഥാനിൽ കൊണ്ട് കുറേ മിസൈൽ ഇടായിരുന്നു. ഇത് കൃത്യമായി പഠിച്ച് എവിടെയൊക്കെയാണ് ഭീകരരുടെ താവളങ്ങളുള്ളത് എന്ന് പഠിച്ച് അവിടെ അറ്റാക്ക് ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ പ്രൊപ്പഗണ്ടകൾ പരക്കുന്നതും അവിടെ ഉള്ള ആൾക്കാരെ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ആർമിയുടെ കൂടെ ഉണ്ടാവുക. എന്തൊക്കെ ഫേക്ക് വാർത്തകൾ കേട്ടാലും അതിനെ വിശ്വസിക്കാതെ എന്താണോ ഇന്ത്യൻ മിനിസ്ട്രി നമ്മളോട് പറയുന്നത് അതിനെ വിശ്വസിക്കുക, എന്താണ് സത്യം അതിനെ വിശ്വസിക്കുക. ഇനിയിപ്പോൾ ഇതിനെ തുടർന്ന് എന്തൊക്കെയാണ് ഉണ്ടാവണമെന്ന് അറിയണമെങ്കിൽ പാകിസ്ഥാൻ ഇതിനെതിരെ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്ന് നമുക്കറിയണം. അത് വൈകാതെ തന്നെ പാകിസ്ഥാൻ്റെ മിനിസ്ട്രി ക്ലിയർ ചെയ്യും. അവരും എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് സാധ്യത. കണ്ടു തന്നെ അറിയണം ഇനി എന്താണ് സംഭവിക്കുന്നത്. എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ രാജ്യത്തിനോട് തന്നെ ഒപ്പം തന്നെ നിൽക്കണം. ജയ് ഹിന്ദ്.